പരീക്ഷയെ പേടിയോടെ കൂടെ കാണുന്നവരാണോ നിങ്ങൾ? പരീക്ഷാ സമയത്ത് ആശങ്ക മൂലം പഠിച്ചതൊന്നും ഓർമ്മ വരാതിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പരീക്ഷയെ ഭയത്തോടു കൂടി കാണുന്നത് മൂലം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ? നന്നായി പഠിച്ചിട്ടും പരീക്ഷ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഭയപ്പെടേണ്ട. ഈ വീഡിയോയിലൂടെ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നേരിടേണ്ടി നിൽക്കുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ എക്സാമിനേഷനെ ഭയപ്പെടാതെ അതിനെ ഒരു സുഹൃത്തായി മാറ്റുക എന്നുള്ളതാണ് ഇതിലാദ്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം. നമ്മൾ ഒരിക്കലും എക്സാമിനേഷനെ ഒരു ഭയത്തോടു കൂടി കാണേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. എക്സാം നമ്മളുടെ എവിടെ എത്തി നിൽക്കുന്നു, നമ്മളുടെ പഠന നിലവാരം എന്താണ് എന്നതിൻ്റെയൊക്കെ ഒരു സൂചികയായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ. എങ്കിലും എങ്ങനെയാണ് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപക്ഷെ എക്സൽ ചെയ്യാൻ കഴിയാതെ വരുന്നത് ഈ എക്സാമിനേഷൻ ഫിയർ കൊണ്ടാവും. എല്ലാ കുട്ടികൾക്കും അങ്ങനെ വന്നോളണമെന്നില്ല, എന്നാൽ ഒരു വിഭാഗം കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുക, അതിന് ചെറിയ ടിപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പ്രിപ്പയർ യുവർ ടൈം ടേബിൾ. നമ്മളൊരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം ടേബിൾ ഒരിക്കലും മറ്റൊരു കുട്ടിയുടെ ടൈം ടേബിളോ അല്ലെങ്കിൽ അവരുടെ ഒരു സമയക്രമത്തെ കോപ്പി അടിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടുന്ന ഒന്നല്ലാതെ, മറിച്ച് നമ്മളുടെ സ്വഭാവ രീതികളും നമ്മളുടെ ഡെയിലി റൂട്ടീനും അതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര സമയം നമുക്ക് പഠിക്കാൻ കഴിയും. പഠിക്കാൻ കഴിയും എന്ന് പറയുന്നത് വെറുതെ ഒരു പുസ്തകത്തിൻ്റെ മുന്നിൽ ഇരിക്കലല്ല, മറിച്ച് എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ എക്സാമിനേഷന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടുന്ന ആദ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പ്രിപ്പയർ യുവർ ടൈം ടേബിൾ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു സമയക്രമം അടങ്ങിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ റിവിഷന് വേണ്ടി അവസാന നിമിഷം വരെ കാത്തിരിക്കാതിരിക്കുക. ഡു നോട്ട് ലീവ് റിവിഷൻ ഫോർ ലാസ്റ്റ് മൊമെൻറ്റ്. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ റിവിഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ ആശങ്കയിലാവും, ടെൻഷനിലാവും. അത് ഫിസിക്കലി മെൻ്റലി നമ്മളെ തളർത്തും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് എക്സാമിനേഷന് എഴുതാനായിട്ട് കഴിയില്ല. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഗീവ് പ്രോപ്പർ അറ്റൻഷൻ ഓൺ എവറി സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അവയ്ക്കൊരു ടൈം ഷെഡ്യൂൾ നൽകുകയും ആ പ്രാധാന്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതിലാണോ കുറവ് നോളേജ് ഉള്ളത് അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ കവർ ചെയ്യാൻ ഒരുപാടുള്ളത് അതിന് കൂടുതൽ സമയം നൽകുകയും നമുക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കുകയും ചെയ്യുന്നത് എഫക്റ്റീവ് ടൈം യൂട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ടിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ്. നമ്മൾ യാതൊരു കാരണവശാലും മറ്റൊരു കുട്ടിയുടെയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. മനസ്സ് ശാന്തമാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ ശരീരം ഫിറ്റായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയ എക്സസൈസുകൾ, വാമപ്പിംഗ് എക്സസൈസസ്, അതേപോലെ തന്നെ ചെറിയ വാക്കിംഗ് എന്നിവയിലൂടെ, അതേപോലെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. ഇതെല്ലാം മനസ്സും ശരീരവും ഫിസിക്കലി ഫിറ്റായിട്ട് വെക്കുന്നതിന് നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ എക്സാമിനേഷൻ കാലയളവിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യത്തിനുള്ള ചുരുങ്ങിയതൊരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ഉറക്കം ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്ന ഒരു ഉപാധിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു എക്സാമിനേഷനെ ഭയത്തിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കഴിയുക. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിനേക്കാൾ അധികം ഉണ്ടാവാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എക്സാമിനേഷനെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നേരിടാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നതിനും നിങ്ങൾക്ക് കഴിയും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും നമ്മൾ കേൾക്കുക എന്നുള്ളത് നമ്മൾ നിരവധി പ്രാവശ്യം കേൾക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരിക, ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മൾ നിത്യജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. ഒപ്പം ഏറ്റവും മനോഹരമായിട്ട് വരുന്ന എക്സാമിനേഷനുകൾ എഴുതാനും അതേപോലെ തന്നെ നല്ല ഒരു ഉന്നത സ്ഥാനീയരായിട്ട് മാറുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ വീഡിയോ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും GM എഡ്യൂവേഡിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. നമസ്കാരം.